അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. വർഷം 1994. കുട്ടികൾക്ക് ക്ലാസ് എടുത്ത ശേഷം ഒരു പ്രൊഫസർ ലെക്ചർ ഹാൾ വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ നോക്കി ചില കുട്ടികൾ പുഞ്ചിരിക്കുന്നുണ്ട്. ചിലർ അദ്ദേഹത്തോട് നന്ദി പറയുന്നു, മറ്റു ചിലർ കൈവീശി കാണിക്കുന്നു. പുറത്തെ ഇടനാഴിയിൽ മറ്റൊരാൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. പ്രൊഫസർ നാഷ്, ഐ ആം തോമസ് കിങ് എന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു. ഇയാൾ കണ്ടപ്പോൾ പ്രൊഫസറുടെ മുഖത്ത് അമ്പരപ്പും അതിശയവും ഒക്കെ കലർന്ന ഒരു ഭാവം വരുന്നു. അടുത്തു നിന്നൊരു വിദ്യാർത്ഥിനിയോട് അദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയാണ്: ഈസ് ഹി റിയൽ? ആ കുട്ടി ചിരിച്ചുകൊണ്ട് തല കുലുക്കുന്നു. പ്രൊഫസറുടെ ആ സംശയം തോമസ് കിങ്ങിനെ ചെറുതായൊന്ന് പരിഭ്രമിപ്പിച്ചിരുന്നുവെങ്കിലും അടുത്ത നിമിഷം തന്നെ അയാൾ സംയമനം വീണ്ടെടുത്ത് തന്റെ സംഭാഷണം തുടരുന്നു. ഞാൻ നോബൽ പുരസ്കാര കമ്മിറ്റിയിൽ നിന്നാണ്. അങ്ങയെ ഈ വർഷത്തെ നൊബേൽ സമ്മാനത്തിന് പരിഗണിക്കുന്നുണ്ട്. ആ വിവരം നേരിട്ട് അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്നയാൾ. അപ്രതീക്ഷിതമായിട്ട് അറിഞ്ഞ ആ വാർത്ത പ്രൊഫസറെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആ വിവരം പ്രോസസ്സ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ തലച്ചോർ ഏതാനും നിമിഷങ്ങളെടുത്തു. അടുത്ത സീൻ അവർ രണ്ടുപേരും പ്രിൻസ്റ്റൺ ഫാക്കൽറ്റി കഫറ്റീരിയയിലേക്ക് നടന്നു പോകുന്നതാണ്. സാധാരണ ദിവസങ്ങളിൽ ക്യാൻറ്റീനിൽ നേരം ചെലവിടാൻ സ്വതവേ പ്രൊഫസർ നാഷിന് മടിയാണ്. അന്ന് പക്ഷേ തോമസ് കിങ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം അവിടേക്ക് ചെന്നു. അവിടെ ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുവരും ഇരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ പതിവുള്ളതാണോ? നൊബേൽ സമ്മാനം കൊടുക്കാൻ പോകുന്നവരെ അങ്ങോട്ട് ചെന്ന് ആദ്യമേ വിവരം അറിയിക്കാറുണ്ടോ എന്ന് പ്രൊഫസർ നാഷിന്റെ ചോദ്യം. തോമസ് കിങ് ഒന്ന് തലയാട്ടി മെല്ലെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. നിങ്ങൾക്ക് എന്നെപ്പറ്റി ചെറുതല്ലാത്ത ആശങ്കയുണ്ടല്ലേ? എൻ്റെ കിറുക്ക് എത്രമാത്രം മൂത്തു നിൽക്കുകയാണ് എന്ന് അറിയണമല്ലേ? ഞാൻ എല്ലാം കുളമാക്കുമോ എന്നറിയണം. അവാർഡ് വാങ്ങാൻ വരുമ്പോൾ പോഡിയത്തിന് ചുറ്റും കിടന്ന് ഡാൻസ് കളിക്കുമോ എന്നറിയണം. നൂൽബന്ധമില്ലാതെ ഇറങ്ങി ഓടിക്കളയുമോ എന്നൊക്കെ അറിയണമല്ലേ എന്ന് പ്രൊഫസർ. അതിനോട് മിസ്റ്റർ കിങ് സമ്മതഭാവത്തിൽ തലയാട്ടി. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പ്രൊഫസർ നാഷും തോമസ് കിങ്ങും ആ ക്യാൻറ്റീൻ മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ, മറ്റൊരു സർവകലാശാല പ്രൊഫസർ, അവർക്കരികിലേക്ക് നടന്നു വന്ന് തൻ്റെ പോക്കറ്റിൽ നിന്ന് പേന ഊരി പ്രൊഫസറുടെ മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ പറയുന്നു: നാഷ്, ഗുഡ് ടു ഹാവ് യു ഹിയർ. അതിന് പിന്നാലെ പ്രിൻസ്റ്റണിലെ മറ്റ് പ്രൊഫസർമാർ ഓരോരുത്തരായി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നു. തങ്ങളുടെ കോട്ടുകളിൽ നിന്ന് പേനകൾ ഊരി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വയ്ക്കുന്നു. അത് പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ എത്രയോ കാലമായിട്ട് പിന്തുടരുന്ന ഒരു ചടങ്ങാണ്. ആരെങ്കിലും എന്തെങ്കിലും അപൂർവമായ നേട്ടം കൈവരിക്കുകയാണ് എങ്കിൽ അതിനോടുള്ള ബഹുമാന സൂചകമായി മറ്റുള്ളവർ തങ്ങളുടെ പേന അവരുടെ മേശപ്പുറത്ത് വെച്ച് നിശബ്ദരായി നടന്നു നീങ്ങും. അങ്ങനെ ഒരു ചടങ്ങ് ക്യാമ്പസിൽ നടക്കുന്നത് മുമ്പെന്നോ ഒരിക്കൽ പ്രൊഫസർ നാഷ് കണ്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ആദരവിന് അദ്ദേഹം തന്നെ പാത്രമാവുകയാണ്. ഏറെ വൈകാരികമായി നമ്മളെയൊക്കെ സ്പർശിക്കുന്ന ഈ രംഗം 2001 റോൺ ഹൊവാർഡിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന അതിമനോഹര ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീനാണ്. അത് പക്ഷേ പ്രൊഫസർ ജോൺ നാഷ് എന്ന അതുല്യ പ്രതിഭയുടെ സംഭവബഹുലമായ ജീവിതത്തെ തിരശീലയിലേക്ക് പകർത്തിയപ്പോൾ സംവിധായകനായിട്ടുള്ള ഹൊവാർഡ് എടുത്ത ഒരു ക്രിയേറ്റീവ് ലിബർട്ടി മാത്രമാകാം. എന്നാൽ യഥാർത്ഥത്തിൽ പ്രൊഫസർ ജോൺ നാഷിന്റെ ജീവിതത്തിൽ ഇതിനേക്കാളൊക്കെ 10 മടങ്ങ് വികാരാർദ്രമായ രംഗങ്ങൾ ഒട്ടനവധി നടന്നിട്ടുണ്ട്. ന്യൂജേഴ്സിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ജോൺ നാഷ് എന്ന ബാലൻ വളർന്നു വലുതായപ്പോൾ ലോകം കണ്ട ഏറ്റവും മികച്ച ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായി മാറിയതിൻ്റെ കഥ. തുടർച്ചയായി കടന്നുവന്ന മാനസിക അപഭ്രംശങ്ങൾ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടും ആ വിപരീത സാഹചര്യങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പ്രൊഫസർ നാഷ് നടത്തിയ അസാമാന്യമായ ജീവിത പോരാട്ടങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1928 ജൂൺ 13 അമേരിക്കയിലെ വെസ്റ്റ് വിർജീനിയ പ്രവിശ്യയിലെ ബ്ലൂഫീൽഡ് സാനിറ്റോറിയം എന്ന ആശുപത്രിയിലാണ് ജോൺ ഫോബ്സ് നാഷ് ജൂനിയർ ജനിക്കുന്നത്. ടെക്സസ് A&M സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പ്രൊഫഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോൺ നാഷ് സീനിയർ. സ്കൂൾ അധ്യാപികയായിട്ടുള്ള അമ്മ മാർഗരറ്റ് വിർജീനിയ മാർട്ടിനാണ് നാഷിന്റെ ജീവിതാരംഭത്തിൽ കാര്യമായ സ്വാധീനങ്ങൾ ചെലുത്തിയ ഒരു വ്യക്തി. അങ്ങനെ അപൂർവ സിദ്ധികളുള്ളൊരു ചൈൽഡ് പ്രോഡിജി ഒന്നും ആയിരുന്നില്ല എങ്കിലും ബാല്യകാലം തൊട്ട് തന്നെ ജോണിക്ക് ഒരിക്കലും അടങ്ങാത്ത കൗതുകങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ ഇത്തരം കൗതുകങ്ങളെ വിർജീനിയ എന്നും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അമ്മ ഒരു അസാമാന്യ ടീച്ചറായിരുന്നു. അമ്മയ്ക്ക് വായിക്കാൻ ഇഷ്ടമായിരുന്നു, പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. മറ്റുള്ള ഹൗസ് വൈഫ്മാരെ പോലെ അല്ലായിരുന്നു ഞങ്ങളുടെ അമ്മ എന്ന് നാഷിൻ്റെ സഹോദരി മാർത്ത പിന്നീട് എഴുതുന്നുണ്ട്.
4 വയസ്സായപ്പോൾ തന്നെ ജോണി നല്ല വെടിപ്പായിട്ട് വായിക്കുമായിരുന്നു. എല്ലായ്പ്പോഴും ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിൻ്റെ 2 ലെവൽ മേലോട്ടായിരുന്നു അവൻ്റെ വായനകൾ. തുടക്കം തൊട്ട് തന്നെ ഗണിതത്തിൻ്റെ ലോകത്തിലാണ് അവൻ്റെ മസ്തിഷ്കം എന്നും വിഹരിച്ചിരുന്നത്. അതിൻ്റെ ലക്ഷണം ആദ്യമായിട്ട് പുറത്തു വരുന്നത് 4th ഗ്രേഡിൽ അരിത്തമെറ്റിക്കിന് കിട്ടിയ ഒരു B- രൂപത്തിലാണ്. ഈ ജോണിയെ കൊണ്ട് ഈ കണക്കൊന്നും ചെയ്യിക്കാൻ പറ്റില്ല എന്ന് മാത്സ് ടീച്ചർ പരാതിപ്പെട്ടപ്പോഴും അമ്മ വിർജീനയ്ക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. അവന് മാർക്ക് കിട്ടാത്തത് കണക്കറിയാഞ്ഞിട്ടല്ല, കണക്കിലെ പ്രോബ്ലങ്ങളെ അവൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. ജോണിക്ക് 13-14 വയസ്സുള്ള കാലം തൻ്റെ അന്നോളമുള്ള ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകം അവൻ്റെ കയ്യിലേക്ക് എത്തുന്നു. E.T. ബെൽ എഴുതിയ മെൻ ഓഫ് മാത്തമാറ്റിക്സ് ആയിരുന്നു ആ പുസ്തകം. സാധാരണ ഗണിത പുസ്തകങ്ങളെപ്പോലെ അതിൽ നിറയെ ഫോർമുലകളോ തിയറങ്ങളോ നമ്പറുകളോ മാത്രമായിരുന്നില്ല. അതിൽ ഗണിതശാസ്ത്രജ്ഞരുടെ ജീവിത കഥകളായിരുന്നു. അവരുടെ ജീവിത സംഘർഷങ്ങൾ, അവർ ഓരോ വിശിഷ്ടമായ കണ്ടെത്തലുകൾ നടത്തിയ സാഹചര്യങ്ങൾ, അവരുടെ ബ്രില്യൻസ്, ഇതൊക്കെയായിരുന്നു ആ പുസ്തകത്തിലെ പ്രതിപാദ്യം. ഈ ഒരു പുസ്തകം കുഞ്ഞു ജോണിയെ വല്ലാതെ പ്രചോദിപ്പിക്കുന്നു. ഗണിതം ഒരു ശാസ്ത്രമല്ല, തനിക്കൊരു ഭാഷ തന്നെയാണ് എന്ന് അവൻ തിരിച്ചറിയുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഭാഷയിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി, സൃഷ്ടികൾ നടത്താൻ തുടങ്ങി, എന്തിന് സ്വപ്നം കാണുക വരെ ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ്റെ മനസ്സ് അവനോട് മന്ത്രിച്ചു, എനിക്ക് ഒരു മാത്തമാറ്റീഷ്യൻ ആവണം. 1945 കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ജോൺ പിറ്റ്സ്ബർഗിലെത്തുന്നു. അവിടെ കാർണിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന വിഖ്യാത സ്ഥാപനത്തിൽ അവന് അഡ്മിഷനും കിട്ടുന്നു. പക്ഷേ ഈ കോഴ്സിന് ചേർന്ന് അധികം വൈകാതെ തന്നെ അവന് ഒരു കാര്യം ബോധ്യപ്പെടുന്നു. തൻ്റെ ജീവിതം കെമിസ്ട്രി ലാബിലെ പൊടിയിലും പുകയിലും നിന്ന് തുലയ്ക്കാനുള്ളതല്ല. തൻ്റെ മസ്തിഷ്കം വിഹരിക്കേണ്ടത് ആവർത്തന പട്ടികയിലുമല്ല. അത് അർഹിക്കുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ കുറെ കൂടി വിശാലമായിട്ടുള്ള ആകാശമാണ്. അടുത്തതായി ഗണിതം തന്നെ പഠിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. ഹാർവർഡ്, പ്രിൻസ്റ്റൺ, ഷിക്കാഗോ ആൻഡ് മിഷിഗൻ, അമേരിക്കയിൽ ഗണിതശാസ്ത്രത്തിൽ ഏറ്റവും മികച്ച കോഴ്സുകൾ നടത്തുന്ന 4 വരിഷ്ഠ സ്ഥാപനങ്ങളിലാണ് അടുത്ത വർഷം ജോൺ നാഷിന് ഒരേ സമയത്ത് അഡ്മിഷൻ കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചോയ്സ് ഹാർവാർഡ് തന്നെയായിരുന്നു. അവിടെ പഠിക്കുമ്പോൾ കിട്ടുന്ന പേര്, പ്രശസ്തി, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം അയാളെ ഭ്രമിപ്പിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഹാർവാർഡിലെ സ്റ്റൈപ്പൻഡ് വളരെ കുറവായിരുന്നു. നാഷിലെ പ്രതിഭയെ അപ്പോഴേക്കും തിരിച്ചറിഞ്ഞ പ്രിൻസ്റ്റൺ സർവകലാശാലയാവട്ടെ അയാളെ കൊത്തിക്കൊണ്ടുപോകാൻ കച്ചകെട്ടി നിൽക്കുകയുമാണ്. പ്രിൻസ്റ്റണിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സോളമൺ ലെഫ്ഷെറ്റ്സ് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാകാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നാഷിന് നേരിട്ട് കത്തയക്കുന്നു. നാഷിന് അദ്ദേഹം ജോൺ എസ് കെന്നഡി ഫെലോഷിപ്പും വാഗ്ദാനം ചെയ്യുന്നു. ഈ ജോൺ എസ് കെന്നഡി ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ആർക്കും വളരെ വലിയൊരു പ്രലോഭനം തന്നെയാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്രൗൺ ജുവലാണത്. ഈ ഫെലോഷിപ്പിൽ ടീച്ചിങ് റെസ്പോൺസിബിലിറ്റി ഇല്ല, കോളേജ് ഹോസ്റ്റലിൽ സ്വന്തമായിട്ടൊരു മുറി ഉറപ്പാണ്. അതിനൊക്കെ പുറമെ $1150 എന്ന അന്നത്തെ ഒരു വലിയ തുക തന്നെ സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുകയും ചെയ്യും. ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ വാടകയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞാലും പിന്നെയും ഇഷ്ടംപോലെ പൈസ ബാക്കിയുണ്ടാവും. അതൊരു ഓഫർ മാത്രമായിരുന്നില്ല. ജോൺ നാഷ് എന്ന ഗണിത പ്രതിഭയെ സ്വന്തമാക്കാൻ പ്രിൻസ്റ്റൺ സർവകലാശാല എന്തിനും തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു. ആ ഓഫറിനോട് മുഖം തിരിക്കാൻ ജോൺ നാഷിന് സാധിച്ചില്ല. അദ്ദേഹം അത് സ്വീകരിച്ചു. 1948 അദ്ദേഹം അങ്ങനെ പ്രിൻസ്റ്റൺ സർവകലാശാലയിലെത്തി. ചിത്രകാരന്മാർക്ക് പാരീസ് എന്തായിരുന്നു, സൈക്കോ അനലിസ്റ്റുകൾക്ക് വിയന്ന എന്തായിരുന്നു, തത്വചിന്തകർക്കും നാടകഭ്രാന്തന്മാർക്കും എയ്തൻസ് എന്തായിരുന്നോ അതായിരുന്നു ഗണിതജ്ഞർക്ക് അന്നത്തെ പ്രിൻസ്റ്റൺ സർവകലാശാല. അത് കേവലം ഒരു യൂണിവേഴ്സിറ്റി മാത്രമായിരുന്നില്ല, മാത്തമാറ്റിക്കൽ ജീനിയസിന്റെ സ്പന്ദിക്കുന്ന ഹൃദയം കൂടിയായിരുന്നു. ഈ പ്രിൻസ്റ്റൺ പ്രഭാതത്തിൽ മനം മയങ്ങിയാവണം 1936 സുപ്രസിദ്ധ മാത്തമാറ്റീഷ്യനും ഫുട്ബോളറുമായിരുന്ന ഹരാൾഡ് ബോർ പ്രിൻസ്റ്റൺ സർവകലാശാലയെ ദ മാത്തമാറ്റിക്കൽ സെന്റർ ഓഫ് ദി യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചത്തിന്റെ ഗണിത കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ചത്. അവിടേക്ക് കാലെടുത്തു വെക്കുകയായിരുന്നു ജോൺ നാഷ്. പ്രിൻസ്റ്റണിൽ നാഷിനെ വ്യത്യസ്തനാക്കിയിരുന്നത് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൂടിയായിരുന്നു. ഒരിക്കലും ക്യാമ്പസിൽ എവിടെയും ഒരു പുസ്തകവും പിടിച്ച് നാഷ് ഇരിക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. സത്യത്തിൽ ഒരു ശരാശരി ബിരുദ വിദ്യാർത്ഥി വായിക്കേണ്ടത്ര പോലും അന്ന് അദ്ദേഹം വായിച്ചിരുന്നില്ല. തൻ്റെ സഹപാഠികളോടും അധ്യാപകരോടുമൊക്കെ ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് ചോദിച്ചാണ് അദ്ദേഹത്തിൻ്റെ അറിവ് അന്ന് വർദ്ധിപ്പിച്ചിരുന്നത്. ഒരു ക്ലിപ്പ് ബോർഡിൽ പിടിപ്പിച്ച പേപ്പറിൽ സദാ നോട്ട് എഴുതി എടുക്കുന്നുണ്ടാകും ജോൺ നാഷ്. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിമൈൻഡറുകൾ, തലയിലുദിക്കുന്ന ഭ്രാന്തൻ ആശയങ്ങൾ എല്ലാം അപ്പോൾ ഈ കടലാസിലേക്ക് അയാൾ പകർത്തി എഴുതും. കയ്യക്ഷരമാണെങ്കിൽ അയാൾക്ക് പോലും പലപ്പോഴും വായിച്ചാൽ തിരിയുകയുമില്ല. വരയിടാത്ത പേപ്പറിലാണ് എഴുതി തുടങ്ങുന്നതെങ്കിൽ മുകളിൽ നിന്ന് തുടങ്ങുന്ന വരി ചിലപ്പോൾ താഴെ എത്തി നിൽക്കും. അത്രയ്ക്ക് മികച്ച കയ്യക്ഷരമാണ്. ഫസ്റ്റ് ടൈം തുടങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നാഷ് തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റിന് ശ്രമിക്കുന്നുണ്ട്. സർവകലാശാലയിലെ ഫുൾ ഹാളിലേക്ക് നേരിട്ട് കയറി ചെന്ന് ഐൻസ്റ്റീൻ്റെ അസിസ്റ്റന്റിനോട് ഒരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് അദ്ദേഹം അപേക്ഷിക്കുകയായിരുന്നു.
എനിക്ക് പ്രൊഫസർ ഐൻസ്റ്റൈനുമായിട്ടൊരു ആശയം ചർച്ച ചെയ്യാനുണ്ട് എന്നും പറഞ്ഞു വന്ന ആ യുവ വിദ്യാർത്ഥിക്ക് അതിശയമെന്ന് തന്നെ പറയണം. ലോകമെമ്പാടുമുള്ള ഗവേഷകർ അന്ന് ആരാധനയോടെ കണ്ടിരുന്ന ഐൻസ്റ്റീൻ എന്ന അതുല്യ പ്രതിഭയുടെ ഒരു അപ്പോയിൻമെന്റ് കിട്ടുക തന്നെ ചെയ്തു. നാഷ് അന്ന് ഐൻസ്റ്റീന് മുന്നിൽ അവതരിപ്പിച്ച ഐഡിയ അദ്ദേഹത്തെ ഒട്ടും ഇംപ്രസ് ചെയ്തില്ല എങ്കിലും അത് ആ യൂണിവേഴ്സിറ്റിയിൽ ബാക്കി എല്ലാവരെയും അതിശയിപ്പിച്ചു കളഞ്ഞു. അധ്യാപകരിൽ ഒരാളെ പ്രത്യേകിച്ചും അത് അത്ഭുതപ്പെടുത്തി. പ്രൊഫസർ നോർമൻ സ്റ്റീനോട്ട്. അന്ന് പ്രിൻസ്റ്റണിൽ പഠിപ്പിച്ചിരുന്ന പ്രൊഫസർ ലെഫ്സ്റ്റച്ചിനെ പോലെയുള്ള സിംഹപ്രതാപികളായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു പ്രൊഫസർ സ്റ്റീൻറോട്ട്. ശാന്ത സ്വഭാവി, മിതഭാഷി, സദാ കൗതുകം നിറഞ്ഞ മനസ്സോടെ ഇരിക്കുന്ന ഒരു വ്യക്തി. നാഷിന്റെ കുരുക്കത്തരങ്ങളെ മറ്റുള്ളവർ കണ്ടിരുന്നത് അവൻ്റെ അഹങ്കാരം എന്നാണെങ്കിൽ അത് അവൻ്റെ പ്രതിഭയുടെ മിന്നലാട്ടമാണെന്ന് സ്റ്റീൻറോട്ട് തിരിച്ചറിയുന്നു. അദ്ദേഹം അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 1920കളുടെ തുടക്കത്തിൽ സുപ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ വോൺ ന്യൂമാൻ ആണ് ഗെയിം തിയറി എന്നൊരു സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്നത്. യുക്തിസഹമായിട്ടുള്ള മനുഷ്യ പ്രകൃതത്തിന് ഒരു ഗണിതശാസ്ത്ര മോഡൽ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പരിശ്രമം അതായിരുന്നു ഗെയിം തിയറി. 1944 ന്യൂമാനും എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഓസ്കാർ മോർഗൻസ്റ്റൈനും ചേർന്നുകൊണ്ട് രചിച്ച ദ തിയറി ഓഫ് ഗെയിംസ് ആൻഡ് എക്കണോമിക് ബിഹേവിയർ എന്ന ഗ്രന്ഥത്തിലാണ് ഈ തിയറിയുടെ ആദ്യകാല പരാമർശങ്ങളുള്ളത്. 1920കളിൽ ചെസ്, പോക്കർ എന്നീ രണ്ട് കളികളും ഗണിതശാസ്ത്രജ്ഞരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. പന്തയങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മുമ്പ് പ്രോബബിലിറ്റി തിയറിയിലേക്ക് നയിച്ചതുപോലെ മിൻമാക്സ് തിയറം എന്ന തൻ്റെ വിഖ്യാതമായ സങ്കല്പനത്തിലൂടെ ഗെയിംസ് തിയറിയുടെ അടിസ്ഥാന ശിലകൾ പാകുന്നത് ന്യൂമാനാണ്. 1928 തൻ്റെ ഒരു പ്രബന്ധത്തിൽ ന്യൂമാൻ പറഞ്ഞു വെക്കുന്നത് എക്കണോമിക്സിനെയും ഒരു ഗെയിം പോലെ കാണണമെന്നാണ്. സ്വാർത്ഥരായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർ തങ്ങളുടെ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് കളിക്കുന്ന ചില കളികൾ, നടത്തുന്ന ചില ഇടപെടലുകൾ, അതാണ് എക്കണോമിക്സിൽ നടക്കുന്നത് എന്നും അദ്ദേഹം അന്ന് എഴുതുകയുണ്ടായി. അക്കാലത്ത് ഏറെ യാദൃച്ഛികമായിട്ടാണ് പ്രൊഫസർ ന്യൂമാന്റെ പ്രഭാഷണങ്ങളിലൊന്നിൽ നാഷ് പങ്കെടുക്കുന്നത്. ആദ്യ സെഷനിൽ തന്നെ വല്ലാതെ ആകൃഷ്ടനായ അദ്ദേഹം പിന്നീട് അങ്ങോട്ട് എവിടെ ന്യൂമാന്റെ പരിപാടി ഉണ്ടെങ്കിലും അതിലൊക്കെ മുടങ്ങാതെ പങ്കെടുക്കാൻ തുടങ്ങി. തൻ്റെ ജനറൽസ് പരീക്ഷ പാസ്സായതിന് പിന്നാലെ ജോൺ ആദ്യം ചെയ്യുന്നത് പ്രൊഫസർ ന്യൂമാനെ ചെന്ന് കാണാനുള്ള ഒരു അപ്പോയിൻമെൻറ്റിന് ശ്രമിക്കുകയാണ്. വെറുമൊരു ഗ്രാഡ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരാളിൽ നിന്ന് ഏറെ ധീരമായൊരു നടപടിയായിരുന്നു അക്കാലത്ത് അത്. നാഷ് ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ ന്യൂമാൻ ഓപ്പൺഹൈമറുമായിട്ട് എന്തോ വലിയ ചർച്ചയിലാണ്. ഓപ്പൺഹൈമറുടെ കാർമ്മികത്വത്തിൽ അടുത്തിടെ പൂർത്തിയാക്കിയ മൻഹാട്ടൻ പ്രൊജക്റ്റിനെ കുറിച്ചായിരുന്നു ഫോണിലൂടെ നടന്ന ഗഹനമായ ചർച്ച. നിരവധി സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൺസൾട്ടൻസി നടത്തിക്കൊണ്ടിരുന്ന പ്രൊഫസർ ന്യൂമാൻ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചെടുക്കാനുള്ള ആലോചനയിലും മുഴുകി കഴിയുന്ന കാലമാണ്. കണ്ടപാട് നാഷിനോട് അദ്ദേഹം ഇരിക്കാൻ പറയുന്നു. നാഷ് പതിയെ തൻ്റെ കൺസെപ്റ്റ് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. 2-ലധികം പ്ലേയേഴ്സുള്ള ഗെയിമുകളിൽ എക്വിലിബ്രിയത്തിനുള്ള തെളിവ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ന്യൂമാൻ കയറി ഇടപെടുന്നു. ദാറ്റ് ഈസ് ട്രിവിയൽ, ജസ്റ്റ് എ ഫിക്സഡ് പോയിന്റ് തിയറം എന്ന് അദ്ദേഹം പറയുന്നു. താൻ കാര്യമായിട്ട് പറഞ്ഞു കൊണ്ടുവന്ന കാര്യം ഒന്ന് മുഴുവൻ കേൾക്കാൻ പോലും തയ്യാറാകാതെ പ്രൊഫസർ ന്യൂമാൻ അതിനെ ട്രിവിയൽ എന്ന് വിളിച്ച് അപമാനിച്ചത് നാഷിനെ വല്ലാതെ മുറിപ്പെടുത്തുന്നു. സത്യത്തിൽ അവർ രണ്ടുപേരും ലോകത്തെ കണ്ടിരുന്നത് 2 തരത്തിലാണ്. താൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന നിലപാടിൽ നിന്ന് പ്രൊഫസർ ന്യൂമാൻ തരിമ്പും അനങ്ങാൻ കൂട്ടാക്കിയില്ല. ആ ഈർഷ്യയുടെ പുറത്ത് നാഷ് പിന്നീട് ഒരിക്കലും പ്രൊഫസർ ന്യൂമാനെ കാണാൻ ചെന്നതുമില്ല. സത്യത്തിൽ എന്താണ് നാഷ് അന്ന് പ്രൊഫസർ ന്യൂമാനോട് പറയാൻ ശ്രമിച്ചത്? പിൽക്കാലത്ത് പ്രൊഫസർ നാഷിന് നോബൽ സമ്മാനത്തിന് അർഹത നേടിക്കൊടുത്ത ആശയമായിട്ടുള്ള ദ നാഷ് ഇക്വിലിബ്രിയം എന്ന സങ്കല്പത്തിൻ്റെ പ്രാഥമിക ചിന്തകളാണ് അന്ന് അദ്ദേഹം പ്രൊഫസർ ന്യൂമാനോട് പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. ന്യൂമാൻ്റെ മിൻമാക്സ് തിയറത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് മോഡേൺ ഗെയിം തിയറിയുടെ അടിസ്ഥാന ശിലകളിൽ ഒന്നായിട്ട് മാറിയ വിപ്ലവകരമായിട്ടൊരു ആശയമായിരുന്നു നാഷ് ഇക്വിലിബ്രിയം. ഈ നാഷ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഗെയിം തിയറിയിലെ ഒരു സിറ്റുവേഷൻ ആണ്. ഇൻ ദാറ്റ് സിറ്റുവേഷൻ നോ പ്ലെയർ ക്യാൻ ബെനിഫിറ്റ് ബൈ ചേഞ്ചിങ് ദർ സ്ട്രാറ്റജി വൈൽ അതർ പ്ലെയേഴ്സ് കീപ് ദേഴ്സ് അൺചേഞ്ച്ഡ്. ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പ്രിസണേഴ്സ് ഡിലമയാണ്. ഉദാഹരണത്തിന് ഗുരുതരമായ ഒരു കുറ്റം ചെയ്തു എന്ന സംശയത്തിന്റെ പുറത്ത് പോലീസ് 2 ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസിന്റെ കയ്യിൽ ഇവർക്കെതിരെ കാര്യമായിട്ടുള്ള സാഹചര്യ തെളിവുകളൊന്നുമില്ല എന്ന് കരുതുക. അതുകൊണ്ട് കേസ് കോടതിയിലെത്തുമ്പോൾ ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നത് ഇവരുടെ കൺഫെഷനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിനെ അതുമല്ലെങ്കിൽ ഇവരുടെ മൗനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവർക്ക് മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ 2 പേരും മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ അവനാണ് അവളാണ് ചെയ്തത് ഞാനല്ല എന്ന് മറ്റേയാൾക്കെതിരെ മൊഴി കൊടുക്കുന്നു. ഈ 2 ചോയ്സുകളും തമ്മിൽ 4 സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഒരാളുടെ പേര് ടോം എന്നും മറ്റയാളുടെ പേര് ആനി എന്നും ആണെന്ന് കരുതുക. ഒന്നാമത്തെ സാധ്യത ടോം, ആനി ഇവർ 2 പേരും ഒരുപോലെ മൗനം പാലിക്കും. അങ്ങനെയാണെങ്കിൽ 2 പേർക്കും 1 വർഷം വീതം ജയിൽ ശിക്ഷ കിട്ടുകയും ചെയ്യും. ഇനി 2-ൽ ഒരാൾ വഞ്ചിച്ചു, രണ്ടാമൻ മൗനം പാലിച്ചു എന്ന് കരുതുക. ആ സാഹചര്യത്തിൽ വഞ്ചിച്ചയാൾക്ക് ശിക്ഷ ഒന്നും തന്നെ കിട്ടുകയില്ല.
പക്ഷെ അങ്ങനെ വരുമ്പോൾ മൗനം പാലിച്ചിരുന്ന വ്യക്തിക്ക് അത് ദോഷം ചെയ്യും. അയാൾക്ക് 3 വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടും. ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിച്ച് പരസ്പരം വഞ്ചിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും 2 വർഷം വീതം ശിക്ഷ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ബെസ്റ്റ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ കൂടെയുള്ള ആൾ നുണ പറഞ്ഞില്ല എങ്കിൽ ഇവിടെ രണ്ടാമന് ഇയാളെ വഞ്ചിക്കുന്നത് ഗുണം ചെയ്യും. തിരിച്ചും അങ്ങനെ തന്നെയാകും. സത്യത്തിൽ രണ്ടുപേരും മിണ്ടാതെ ഇരുന്നാലും രണ്ടുപേർക്കും ഓരോ വർഷമേ ശിക്ഷ കിട്ടുകയുള്ളൂ. പക്ഷേ ഈ ഒരാൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ആൾ അയാളെ വഞ്ചിക്കുകയാണെങ്കിൽ 1 വർഷം എന്ന ശിക്ഷാ കാലയളവ് ഒരു നിമിഷം കൊണ്ട് 3 വർഷമായിട്ട് കൂടും. ആ വഞ്ചിച്ചയാളാവട്ടെ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ രക്ഷപ്പെടുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തെ നേരിടുന്ന ഒരാൾക്ക് മറ്റേയാൾ എന്ത് തീരുമാനമെടുക്കും എന്ന് അറിഞ്ഞു ചെയ്താൽ മാത്രമേ തൻ്റെ ശിക്ഷയെ ലഘൂകരിക്കാൻ പറ്റൂ. ഇവിടെ നാഷ് ഇക്വിലിബ്രിയം പറയുന്നത് ഒരാൾ അയാളുടെ മാത്രം തീരുമാനം പരിഗണിച്ചിട്ട് കാര്യമില്ല. എന്നാൽ എതിരാളി തിരിച്ചിങ്ങോട്ട് വഞ്ചിക്കും എന്ന് തന്നെ കരുതി തികഞ്ഞ അഗ്രഷനോടുകൂടി നീങ്ങുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും എടുക്കേണ്ട തീരുമാനം കൂടെയുള്ള ആളെ വഞ്ചിച്ച് പരമാവധി കിട്ടാവുന്ന 2 വർഷത്തെ തടവ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനു പകരം മിണ്ടാതിരിക്കാൻ തീരുമാനിച്ച് കൂടെയുള്ള ആളെങ്ങാനും ഇയാളെ വഞ്ചിച്ചാൽ അത് വൻ നഷ്ടത്തിലാവും കലാശിക്കുക. അതായത് നാഷ് തിയറി പ്രെഡിക്റ്റഡ് ദാറ്റ് ബോത്ത് കൺവിക്ട്സ് വുഡ് പ്ലേ ദെയർ ഡോമിനന്റ് സ്ട്രാറ്റജീസ്. ക്ലാസിക്കൽ ഗെയിം തിയറിയുടെ കോർണർ സ്റ്റോണായി പിന്നീട് നാഷ് ഇക്വിലിബ്രിയം മാറി എന്നതാണ് ഇതിൻ്റെ പ്രസക്തി. പ്രിസണേഴ്സ് ഡയലമയിൽ മാത്രമല്ല, ഫൈറ്റർ ജെറ്റുകളുടെ കാര്യത്തിലും രാജ്യങ്ങൾക്കിടയിലെ ശീതസമരത്തിലും തുടങ്ങി ഏറ്റവും പുതിയ കേസായിട്ടുള്ള ട്രംപിൻ്റെ പുതിയ പകരനികുതിയുടെ കാര്യമായാലും ഈ തിയറി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൊഫസർ നാഷ് എന്ന് കോയിൻ ചെയ്ത ഇക്വിലിബ്രിയവും അതിൻ്റെ പ്രായോഗിക അപ്ലിക്കേഷനുകളുമൊക്കെ ഇന്ന് ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ആയാലും സാമ്പത്തിക ഡീലുകളുടെ ക്ലോഷർ ആയാലും വളരെ വ്യാപകമായിട്ട് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. തൻ്റെ ഈ ഇക്വിലിബ്രിയം തിയറിയുടെ ബലത്തിൽ അന്ന് പുതിയൊരു അസൈൻമെൻറ്റ് ജോൺ നാഷിനെ തേടിയെത്തുന്നു. അതായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി എയർഫോഴ്സിൻ്റെ പ്രൊജക്ട് റാൻഡ് എന്ന ഗൂഢദൗത്യത്തിലെ കൺസൾട്ടന്റ് പദവി. ഇന്റർ കോണ്ടിനെന്റൽ വാർഫെയറിനെ കുറിച്ച് ഗവേഷണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ എയർഫോഴ്സ് ഇങ്ങനൊരു പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. ഡഗ്ലാസ് എയർക്രാഫ്റ്റ് കമ്പനിക്ക് എയർഫോഴ്സ് കൊടുത്ത കരാറാണ് ഒടുവിൽ റാൻഡ് കോർപ്പറേഷൻ എന്ന സ്ഥാപനമായിട്ട് സാന്റാമോണിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. സുപ്രസിദ്ധ അമേരിക്കൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ കാൻ ഒരിക്കൽ റാൻഡ് പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ലക്ഷ്യം ടു തിങ്ക് ദ അൺതിങ്കബിൾ, അചിന്ത്യമായതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്നാണ്. അന്ന് അമേരിക്കയിലെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള മാത്തമാറ്റിക്സ്, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് പ്രതിഭകൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുന്നു. പിന്നീട് പ്രസിദ്ധ ശാസ്ത്ര സാഹിത്യകാരനായിട്ടുള്ള ഐസക് അസിമോവിന് ഈ ഗാലക്സിയെ കെയോസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ച രഹസ്യ സ്ഥാപനം പ്രമേയമായിട്ടുള്ള തൻ്റെ ഫൗണ്ടേഷൻ സീരീസിലെ കൃതികൾക്ക് പ്രചോദനമായതും ഇതേ റാൻഡ് കോർപ്പറേഷൻ തന്നെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ റാൻഡ് കോർപ്പറേഷനിലെ തൻ്റെ ഗവേഷണം തുടരുന്നതിനിടയ്ക്കാണ് ജോൺ നാഷ് തൻ്റെ ഇക്വിലിബ്രിയം സംബന്ധിച്ച ആദ്യകാല ആലോചനകൾ ഒരു ഫോർമൽ ഗവേഷണ പ്രബന്ധത്തിൻ്റെ രൂപത്തിലേക്ക് സ്വരൂപിക്കുന്നതും ഇക്വിലിബ്രിയം പോയിന്റ്സ് ഇൻ എൻ പേഴ്സൺ ഗെയിംസ് എന്ന പേരിൽ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിൽ അത് പ്രസിദ്ധപ്പെടുത്തുന്നതും. തൻ്റെ 23ാമത്തെ വയസ്സിൽ നാഷ് MITയിൽ ഒരു ഇൻസ്ട്രക്ടറായിട്ട് ചേരുന്നു. ക്യാമ്പസിൽ ഒരു എക്സ്ട്രാordinary ജീനിയസ് എന്ന് പ്രസിദ്ധി ആർജിക്കുന്ന ഈ കാലത്തും പക്ഷേ അദ്ദേഹം ഏറെക്കുറെ ഏകാഗിയായിട്ട് കഴിയാനാണ് ഇഷ്ടപ്പെട്ടത്. സഹോദരി മാർത്തയ്ക്ക് എഴുതിയ ഒരു കത്തിൽ തനിക്ക് തൻ്റെ ജീവിതത്തിൽ അല്പമെങ്കിലും സന്തോഷം എന്നെങ്കിലും പകർന്നു കൊടുത്ത 3 പേരുടെ പേരുകളാണ് നാഷ് എടുത്തു പറയുന്നത്. ആ 3 പേരിൽ ഒന്നാമൻ എർവിൻ തോംസൺ ആയിരുന്നു. നാഷിനെ പോലെ തന്നെ തികഞ്ഞ അന്തർമുഖനായ ഒരു ഗവേഷക പ്രതിഭയായിരുന്നു എർവിൻ തോംസണും. അവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ബോണ്ടിനെ കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാനാവുക അവർ തമ്മിൽ എഴുതിയ ക്രിപ്റ്റിക് ആയിട്ടുള്ള ചില കത്തുകളിലൂടെയും നാഷിൻ്റെ തന്നെ ചില ഓർമ്മക്കുറിപ്പുകളിലൂടെയും മാത്രമാണ്. തൻ്റെ കത്തുകളിൽ നാഷ് തോംസനെ T എന്ന ഒരു അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചിരുന്നത്. രണ്ടാമത്തെ ആളുടെ പേര് എലനോർ എന്നായിരുന്നു. ഏതോ ഒരു ആശുപത്രി സന്ദർശനത്തിനിടയ്ക്ക് നാഷ് പരിചയപ്പെട്ട ശാന്ത സ്വഭാവിയായ ഇരുണ്ട മുടിക്കാരിയായിട്ടുള്ള ഒരു നേഴ്സായിരുന്നു എലനോർ. ഏറെ ഹ്രസ്വവും അതിലധികം സ്വകാര്യവുമായിട്ടുള്ള ഒരു അടുപ്പമായിരുന്നു ഇവർ തമ്മിൽ. എന്നാൽ നാഷിൻ്റെ ജീവിതത്തിൽ അതുണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ചെറുതായിരുന്നില്ല. നാഷിൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജോൺ ഡേവിഡ് സ്റ്റെയർ ജനിക്കുന്നത് ഈ എലനോറിലാണ്. ഒരിക്കലും അവർക്കിടയിൽ വിവാഹം എന്നൊരു വാഗ്ദാനം നിലവിലുണ്ടായിരുന്നില്ല എന്ന് മാത്രം. കുഞ്ഞുണ്ടായ ശേഷവും പക്ഷേ നാഷ് എലനോറിന് ഒരു നിലയ്ക്കുള്ള അധിക പരിഗണനയും കൊടുത്തിട്ടുമില്ല. MITയിലെ പ്രൊഫസർ എന്ന നിലയ്ക്ക് നല്ല ശമ്പളം പറ്റി അതൊക്കെ ദൂർത്തടിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് പോലും തൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി എലനോറിന് നാഷ് ഒരു സാമ്പത്തിക പിന്തുണയും നൽകിയിരുന്നുമില്ല. ഈ എലനോറിന് ശേഷം നാഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് അലീഷിയ ലാഡെ. ഒരു ദിവസം ഉച്ചയ്ക്ക് MIT ലൈബ്രറി സന്ദർശിച്ച നാഷ് ലൈബ്രറി കൗണ്ടറിലാണ് അലീഷ്യ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. നാഷിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിരുന്നു അലീഷ്യ.
ഊഷ്മളമായൊരു ചിരിയോടെയാണ് അലീഷ്യ അന്ന് പ്രൊഫസർ നാഷിനെ സ്വാഗതം ചെയ്യുന്നത്. തിരിച്ചു പോകാൻ നേരത്ത് തന്നെ ഒഴിഞ്ഞുകൊണ്ട് പിന്നാലെ കൂടിയ അലീഷ്യയുടെ കണ്ണുകൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ക്ലിഷ്ടമായിട്ടുള്ള കണക്കും മുഷ്കരായിട്ടുള്ള പുരുഷന്മാരും നിറഞ്ഞ MIT ക്യാമ്പസിൽ സുന്ദരിയായ അലീഷ്യയെ അങ്ങനെ ആർക്കും ശ്രദ്ധിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൾക്കും അസ്ഥിക്ക് പിടിച്ച പ്രണയമായിരുന്നു ജോൺ നാഷിനോട്. എലിനോർ എന്ന നഴ്സുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ചും അതിൽ അദ്ദേഹത്തിന് ജനിച്ച കുഞ്ഞിനെക്കുറിച്ചുമൊക്കെ അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ അതൊന്നും അവളെ അലട്ടുന്നില്ല. നാഷിനോടുള്ള അവളുടെ പ്രണയത്തിന്റെ വീര്യത്തിനും അതൊട്ടും കുറവ് വരുത്തിയില്ല. ഒരു കാര്യം അവൾക്ക് അറിയാമായിരുന്നു, എലിനോർ 30 കഴിഞ്ഞ ഒരു സാധാരണ നേഴ്സാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം കയ്യാലപ്പുറത്താണ് താനും. ആണുങ്ങളായാൽ ചിലപ്പോൾ ആയ കാലത്ത് ചില വഴിവിട്ട ബന്ധങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും. അതിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പോലും ജനിച്ചെന്ന് വരും. എന്നിരുന്നാലും ഈ പുരുഷന്മാർ വിവാഹം കഴിക്കാൻ നേരത്ത് അവരുടെ സ്റ്റാറ്റസിൽ ചേരുന്ന യുവതികളെ മാത്രമേ തിരഞ്ഞെടുക്കൂ എന്ന് അവർ കരുതി. പ്രൊഫസർ നാഷിന് എലിനോർ എന്ന നഴ്സിനേക്കാൾ എന്തുകൊണ്ടും ചേരുന്ന ഭാര്യ താൻ തന്നെയാണ് എന്ന് അലീഷ്യ അടിയുറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഒടുവിൽ ആ ഫെബ്രുവരിയിലെ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് വാഷിംഗ്ടൺ DC-യിലെ സെന്റ് ജോൺസ് ചർച്ചിൽ നടന്ന ചെറിയൊരു ചടങ്ങിൽ, ചുരുക്കം ചില ക്ഷണിതാക്കൾക്ക് മുന്നിൽ ഒരു ആർഭാടവും കൂടാതെ നടന്ന ചടങ്ങിൽ അലീഷ്യയും പ്രൊഫസർ നാഷും വിവാഹിതരാകുന്നു. വളരെ പതുക്കെയാണ് ആ രോഗം പ്രൊഫസർ നാഷിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അലക്ഷ്യമായ ഒരു ചോദ്യം, ഈർഷ്യ നിറഞ്ഞ ഒരു നോട്ടം, ഇതിലൊക്കെ ആയിരുന്നു തുടക്കം. ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിലേക്ക് അവരറിയാതെ കടന്നു വന്ന ചില മൗനങ്ങൾ, ആ വീടിന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ച ചില സംശയങ്ങൾ, മുറിമുറുപ്പുകൾ. എന്താണ് പ്രശ്നം, ഒന്ന് തുറന്നു പറയരുതോ എന്ന് ആദ്യം അലീഷ്യ നാഷിനോട് ചോദിച്ചു. എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ എന്ന് ദേഷ്യം കലർന്ന സ്വരത്തിൽ അദ്ദേഹത്തിന് മറുപടി. അലീഷ്യയ്ക്ക് ആദ്യം തോന്നിയത് അയാൾക്ക് അവളെ സംശയ രോഗമാണ് എന്നായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് അയാളെയായി സംശയം. വയസ്സ് 10-26 താണ്ടിയപ്പോഴേക്കും അവൾക്ക് ഒരു കാര്യം ഉറപ്പായി, തൻ്റെ ഭർത്താവിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ജോൺ പാടെ മാറിയിട്ടുണ്ട്, ഒന്നിനും ഒരു താല്പര്യവുമില്ല, എന്തു പറഞ്ഞാലും വല്ലാത്തൊരു ഈർഷ്യയാണ് തിരിച്ച്. ഇയാളാണെങ്കിൽ ഫുൾ ടൈം ഇരുന്ന് കത്തെഴുതുകയാണ് ലോകരാഷ്ട്ര തലവന്മാർക്ക്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തൻ്റെ കിടപ്പറയുടെ വെള്ളച്ചുവരിൽ അയാൾ കറുത്ത ഡോട്ടുകൾ വരച്ചു ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് എന്ന് അങ്ങോട്ട് തിരിയുന്നില്ല. എന്താവും തൻ്റെ ഭർത്താവിൻ്റെ ഈ ദേഷ്യത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ കാരണമെന്ന് അവൾ തനിക്കറിയാവുന്ന വിധത്തിലൊക്കെ ആലോചിച്ചു നോക്കി. ജോലിയുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷങ്ങളാണോ, അതോ ഫാദർഹുഡ് കാരണമുണ്ടായ ആശങ്കകളാണോ? അയാളുടെ ഭാവമാറ്റങ്ങൾക്ക് അവൾ കാരണങ്ങൾ തിരഞ്ഞു. ഇടഞ്ഞു നിൽക്കുന്ന നേരങ്ങളിലൊക്കെയും അയാളുടെ കാലു പിടിച്ച് കരഞ്ഞ് പറഞ്ഞു നോക്കി, ഇടയ്ക്കൊക്കെ തർക്കിച്ചും നോക്കി. പക്ഷെ ഒന്നുകൊണ്ടും ഒരു ഫലവും ഉണ്ടായില്ല. അലീഷ്യ ആശിച്ചു മോഹിച്ചു വിവാഹം കഴിച്ച പുരുഷൻ പതുക്കെ അയാളല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൾ നിസ്സഹായയായിട്ട് നോക്കി നിന്നു. അവൾക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ടായിരുന്നു. തനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നതല്ലായിരുന്നു അവളുടെ പേടി, അയാളെ കരുതിയായിരുന്നു അവളുടെ ആശങ്കകളെല്ലാം തന്നെ. ഇയാൾക്ക് പൂർണ്ണമായും മാനസിക നില തെറ്റുമോ, ഇയാളുടെ ഭാവി എന്താകും? അയാൾ തള്ളി ദൂരേക്കാക്കാൻ ശ്രമിക്കുന്തോറും അലീഷ്യ അയാളെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചും അവൾ അയാളെ പരിചരിച്ചു. അയാളെ MIT-യുടെ മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ മുടങ്ങാതെ കൊണ്ടുവിട്ടു. പകൽ നേരങ്ങളിൽ പ്രൊഫസർ നാഷ് അറിയാതെ ഒരു നിഴൽ പോലെ അയാളെ പിന്തുടർന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അയാൾക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി അവൾ തന്നാലാവുന്നതൊക്കെ ചെയ്തു കൂട്ടി. അയാളിൽ അവശേഷിക്കുന്ന ഒരിത്തിരി മനുഷ്യത്വം, അതൊന്നിനു വേണ്ടി മാത്രമായിരുന്നു അലീഷ്യയുടെ ഈ പെടാപ്പാടെല്ലാം. പക്ഷേ അവളുടെ ആ സ്നേഹം മാത്രം പോരായിരുന്നു. ഒരിക്കൽ വാഷിംഗ്ടൺ നഗരത്തിന്റെ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്ന പ്രൊഫസർ ജോൺ നാഷിനെ കാണാതായി. ഏതോ സങ്കല്പ ലോകത്ത് വിഹരിക്കുകയായിരുന്നു അയാൾ. തൻ്റെ കാത്തിരിപ്പിന് ഇനി അധികം ആയുസ്സില്ല എന്ന് അലീഷ്യയ്ക്ക് പതുക്കെ ബോധ്യപ്പെട്ടു. ജോൺ നാഷ് അധികം വൈകാതെ തന്നെ മെക്ലിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അവിടെ നടത്തിയ വിശദമായ പരിശോധനകളിൽ അതുവരെ ചിതറിക്കിടന്ന അയാളുടെ രോഗാവസ്ഥയുടെ ജിക്സോ പസിലുകൾ കൂട്ടിച്ചേർക്കാൻ ഡോക്ടർമാർക്ക് സാധിച്ചു. അവരുടെ ഡയഗ്നോസിസ് വന്നു. അസുഖത്തിൻ്റെ പേര് പാരനോയിഡ് ഷിസോഫ്രീനിയ. ഇങ്ങനൊരു അസുഖത്തിൻ്റെ പേര് കോയിൻ ചെയ്ത യൂജൻ ബ്ലോലർ ഈ അസുഖത്തെ നിർവചിക്കുന്നത് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഓൾട്ടറേഷൻ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് റിലേഷൻ ടു ദ എക്സ്റ്റേണൽ വേൾഡ് എന്നാണ്. അതായത് ചിന്തകളിൽ, വികാരങ്ങളിൽ, പുറം ലോകത്തോടുള്ള ബന്ധങ്ങളിലൊക്കെ കടന്നു വരുന്ന ഒരു പ്രത്യേകതരം അപഭ്രംശം എന്നർത്ഥം. എ പെക്യുലിയർ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഇന്നർ കൊഹസീവ്നെസ് ഓഫ് ദ സൈക്കിക് പേഴ്സണാലിറ്റി. വിശകലനം ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെ ഏകോപിപ്പിച്ച് നിർത്താനുള്ള നമ്മുടെ മനസ്സിന്റെ കഴിവിനുണ്ടാകുന്ന സമൂലനാശം. ഈ ഒരു അസുഖം ഒരാളെ ബാധിച്ചു തുടങ്ങുന്ന കാലത്ത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പല ലക്ഷണങ്ങളും അയാൾക്ക് അനുഭവപ്പെടാം. ടൈം, സ്പേസ്, ബോഡി, അങ്ങനെ ഒരുവിധം എല്ലാ ഫേക്കൽറ്റികളും അയാൾക്ക് പതിയെ ഡിസ്ലോക്കേറ്റഡ് ആയിട്ട് തോന്നാം. ഒപ്പം അനുഭവപ്പെടുന്ന മറ്റ് ലക്ഷണങ്ങൾ, തലയ്ക്കകത്ത് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ചുറ്റിനും യഥാർത്ഥത്തിൽ ഇല്ലാത്ത ആളുകളെയോ സംഭവങ്ങളെയോ ഒക്കെ കാണുന്നത് പോലെ തോന്നുക, എല്ലാവരോടും വല്ലാത്തൊരു തരം അപ്പതിയും ഈർഷ്യയുമൊക്കെ തോന്നുക, മറ്റുള്ളവരോട് ഒരുവിധ വികാരവും മനസ്സിൽ അനുഭവപ്പെടാതിരിക്കുക,
ഇങ്ങനെ പലതും നമുക്കുണ്ടാകാം. പക്ഷേ ഇതൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആദ്യഘട്ടത്തിൽ ഈ രോഗവുമായിട്ട് കണക്ട് ചെയ്യപ്പെടാറില്ല. ഈ ലോകത്തിന് പല രോഗികളിൽ തന്നെ ലക്ഷണങ്ങൾ പലതാണ്. ഒരാളിൽ തന്നെ ഓവർ എ ലോങ്ങർ ടൈം പീരീഡ് ഈ ലക്ഷണങ്ങൾ മാറി മറിഞ്ഞു വരാം. അതുകൊണ്ട് ഒരു ടിപ്പിക്കൽ ഷിസോഫ്രീനിയ രോഗി അയാൾക്ക് ഇന്ന ലക്ഷണങ്ങൾ എന്ന സങ്കല്പം തന്നെ പറയാനാവില്ല. ഈ ലക്ഷണങ്ങളുടെ കടുപ്പം പോലും പേഴ്സൺ ടു പേഴ്സൺ വ്യത്യസ്തമായിരിക്കും. 1959 പ്രൊഫസർ നാഷ് അന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഡാഗ് ഹാമർഷോൾഡിന് ഒരു കത്തെഴുതുന്നു. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തൻ്റെ മാത്തമാറ്റിക്കൽ ലോജിക്ക് ഫലപ്രദമായി പ്രയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് സംബന്ധിച്ച ചില കീറാമുട്ടികൾക്ക് പരിഹാരമുണ്ടാക്കാം എന്നായിരുന്നു നാഷ് തൻ്റെ കത്തിൽ എഴുതിയത്. ഈ ഒരു സമയമായപ്പോഴേക്കും പ്രൊഫസർ നാഷ് ഒരു കടുത്ത ഷിസോഫ്രീനിയ രോഗിയായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാർ, വിശേഷിച്ച് അമേരിക്ക, റഷ്യ എന്നിവയുടെ തലപ്പത്തിരിക്കുന്നവർ പത്രവാർത്തകളിൽ അടക്കം ചെയ്തിട്ടുള്ള ക്രിപ്റ്റിക് മെസ്സേജുകൾ വഴിക്ക് തന്നോട് സംവദിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അക്കാലത്ത് അദ്ദേഹത്തിന് തോന്നി. പല ചാരസംഘടനകളും ഇങ്ങനെയുള്ള ഗുപ്ത സന്ദേശങ്ങളിലൂടെ തന്നിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നതായിട്ടും തന്നെ രഹസ്യ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതായിട്ടും നാഷ് ധരിക്കുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് അപ്പോൾ തോന്നുന്നത് താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന അമേരിക്കൻ രഹസ്യ സംഘടനയായിട്ടുള്ള റാൻഡ് കോർപ്പറേഷനിൽ നിന്ന് ഇപ്പോഴും തനിക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സന്ദേശങ്ങൾ വരുന്നതാണ് ഇതൊക്കെ എന്നാണ്. പോകെ പോകെ താൻ ആഗോള പ്രസിദ്ധിയും സ്വാധീനവും ഒക്കെയുള്ള ഒരു പൊളിറ്റിക്കൽ ഫിഗറായിട്ട് മാറുന്നതായും അദ്ദേഹം സങ്കല്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം അവനവനെ എംപറർ ഓഫ് അന്റാർട്ടിക്ക എന്നുപോലും വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നീട് വേൾഡ് കോൺഗ്രസ് ഓഫ് സൈക്കാട്രിയിൽ ഒരു പേപ്പർ അവതരിപ്പിച്ചപ്പോൾ പ്രൊഫസർ നാഷ് തൻ്റെ ഈ ദുരിതകാലത്തെ തെറ്റിദ്ധാരണകൾ പലതും തുറന്ന് സമ്മതിക്കുന്നുണ്ട്. നാഷിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഡോക്ടർമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആദ്യം തന്നെ കൊടുക്കുന്നത് നല്ല കടുത്ത ഡോസിലുള്ള തൊറാസിൻ ഇഞ്ചക്ഷൻ ആയിരുന്നു. പിന്നീട് ട്രെന്റൺ സ്റ്റേറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഡോക്ടർ നാഷിന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനുമേൽ ഇൻസുലിൻ കോമ തെറാപ്പിയും പരീക്ഷിക്കുന്നു. 1920കളിൽ വിയന്നീസ് ഡോക്ടറും ഗവേഷകനുമായിട്ടുള്ള മാൻഫ്രെഡ് സൈക്കിളാണ് ഇങ്ങനൊരു ചികിത്സാ രീതി വികസിപ്പിച്ചെടുക്കുന്നത്. 30കളുടെ പകുതിയോടെ അദ്ദേഹം അത് ചിത്തഭ്രമം ബാധിച്ച രോഗികളിൽ, വിശേഷിച്ച് സ്കിസോഫ്രീനിയ രോഗികളിൽ പരീക്ഷിക്കുന്നു. തലച്ചോറിലെ ഓരോ സെല്ലിനും പ്രവർത്തിക്കാൻ ഷുഗർ വേണം. ആ ഷുഗറിനെ ഇൻസുലിൻ ത്രൂ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫങ്ഷനിങ് കുറയും. അങ്ങനെ രോഗാവസ്ഥയ്ക്ക് ഒരു ശമനമുണ്ടാകും. ലളിതമായി പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതായിരുന്നു സാക്കലിൻ്റെ ഇൻസുലിൻ കോമ തിയറി. റേഡിയേഷൻ എങ്ങനെയാണോ ക്യാൻസർ ബാധിതമായിട്ടുള്ള സെല്ലുകളെ കരിച്ച് കളയുന്നത്, ഏതാണ്ട് അതുപോലെ തന്നെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ അടുത്തെത്തി നിൽക്കുകയായിരുന്നുവെങ്കിലും അലീഷയുടെ ഉള്ളിൽ അക്കാലത്ത് നാഷിനെ പരിചരിക്കണം എന്നുള്ള കൃത്യമായ ബോധ്യവും അത്രമേൽ രൂഢമൂലമായിരുന്നു. രോഗശാന്തിക്ക് വേണ്ടി പുതുതായി എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു നോക്കാനും അലീഷ തയ്യാറായിരുന്നു. കാരിയർ ക്ലിനിക് അക്കാര്യത്തിൽ വളരെ ഫലപ്രദമായിരുന്നു. ദിവസേന ഏതാണ്ട് $80 ചെലവ് വരും. തെറാപ്പിക്കുള്ള ഫീസ് വേറെയും കൊടുക്കണം. ഷിസോഫ്രീനിയ രോഗികളിൽ അവർ ഇലക്ട്രോഷോക്ക് തെറാപ്പി മറ്റു രോഗികളെക്കാൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു. വിഷാദ രോഗികളുടേതിനേക്കാൾ ഏതാണ്ട് 3 ഇരട്ടിയെങ്കിലും സെഷനുകൾക്ക് ഇവർ വിധേയരായിരുന്നു. കാരിയർ ഹോസ്പിറ്റലിൽ വെച്ചാണ് അക്കാലത്ത് ഡോക്ടർ നാഷ് ഡോക്ടർ ഹൊവാർഡസ് മെല്ലയുടെ ചികിത്സയ്ക്ക് വിധേയനാകുന്നത്. തുടർന്നുള്ള 2 വർഷക്കാലത്തേക്ക് ഡോക്ടർ നാഷിന്റെ ആശുപത്രിവാസത്തിലെ നിത്യസാന്നിധ്യമായി ഡോക്ടർ മേലെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നാഷിൽ തൊറാസിൻ ചെലുത്തിയ സ്വാധീനം ഒട്ടും ചെറുതല്ലായിരുന്നു. അദ്ദേഹം കുറെ കൂടി ശാന്തനായി മാറി. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരം കുറെ കൂടി പതുക്കെയായി. ആ ക്ഷിപ്രകോപത്തിലും കുറവ് വന്നു. ഡോക്ടർ നാഷിന്റെ രോഗാവസ്ഥയിലുണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ചാഞ്ചാട്ടങ്ങൾ അലീഷയെയും മറ്റു ബന്ധുക്കളെയും വല്ലാതെ കുഴക്കി. ചില സമയത്താണെങ്കിൽ ഡോക്ടർ നാഷ് രോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തി നേടിയതുപോലെ പെരുമാറും. സ്നേഹിതർക്ക് അതിപ്രസന്നമായിട്ടുള്ള കത്തുകൾ എഴുതിവിടും. എല്ലാവരോടും തികച്ചും യുക്തിസഹമായിട്ട് മാത്രം ഇടപെടും. എന്നാൽ അധികം വൈകാതെ വീണ്ടും അദ്ദേഹം പഴയ മോശം അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. കുറെ നാൾ പിന്നീട് രോഗാവസ്ഥയിൽ തുടർന്ന ശേഷം വീണ്ടും പെർഫെക്റ്റ്ലി ഓക്കെ ആവും. ഇങ്ങനെ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ നിന്നും പരിപൂർണ രോഗമുക്തിയുടെ ലക്ഷണങ്ങളിലേക്കും തിരിച്ചങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഒട്ടും ഗുണം ചെയ്തില്ല. അങ്ങനെ ആകെ പ്രതീക്ഷയറ്റ ആ ഒരു അവസ്ഥയിലും ഡോക്ടർ നാഷിൽ ജീവൽ പ്രതീക്ഷകൾ കാണാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഭാര്യ അലീഷ തന്നെയായിരുന്നു. അവർ അദ്ദേഹത്തെ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഉള്ളിൽ അപ്പോഴും അദ്ദേഹത്തോടുള്ള സ്നേഹം ബാക്കിയുണ്ടായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രതീക്ഷകൾ അസ്തമിക്കാതിരുന്നത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ആ ക്ഷണം. കുറെ കൂടി ഗാഠമായ ഏതോ ഒരു വികാരം, അതൊരു പക്ഷേ ദയാവായ്പാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള അടങ്ങാത്ത കൂറാകാം. അതൊന്നുമല്ലെങ്കിൽ താൻ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ല എന്ന ബോധ്യമാകാം. കാരണം ഈ ഘട്ടമായപ്പോഴേക്കും നാഷിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം സഹോദരിക്കാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാരം ഏറ്റെടുക്കാനുള്ള സന്മനസ്സും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഏതാണ്ട് വിവാഹമോചിതനായിരുന്നെങ്കിൽ കൂടി അയാളെ ചേർത്തു പിടിക്കാൻ തയ്യാറുള്ള ഒരേ ഒരു മനുഷ്യാത്മാവ് അത് അലീഷ മാത്രമായിരുന്നു. 1990കളായപ്പോഴേക്കും തൻ്റെ മാറാരോഗത്തിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിരുന്ന ഡോക്ടർ നാഷ്
വീണ്ടും തിരികെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണമായ അർത്ഥത്തിൽ അപ്പോൾ രോഗമുക്തി കിട്ടിയിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. തന്നെ ബാധിച്ചിരിക്കുന്ന ഷിസോഫ്രീനിയയ്ക്ക് ചികിത്സയില്ല, ആ രോഗം പൂർണ്ണമായും മാറില്ല എന്നൊക്കെയാണ് മറ്റു പലരെയും പോലെ നാഷും കരുതിയിരുന്നത്. ഇനി ഡോക്ടർ നാഷിനെ ബാധിച്ച രോഗം ഷിസോഫ്രീനിയ തന്നെ ആണോ എന്നൊരു ചോദ്യവുമുണ്ട്. ഷിസോഫ്രീനിയയ്ക്ക് പകരം ഭേദപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന മറ്റേതെങ്കിലും മൂഡ് ഡിസോർഡർ ആയിരുന്നോ എന്ന് പലരും സംശയിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരേ ഒരു വഴി ഡോക്ടർ നാഷിന്റെ സൈക്കാട്രിക് റെക്കോർഡുകൾ ഒന്നുകൂടി പരിശോധിച്ച് വീണ്ടും ഒരു ഡയഗ്നോസിസിൽ എത്തിച്ചേരുക എന്നത് മാത്രമാണ്. ഷിസോഫ്രീനിയയോ മൂഡ് ഡിസോർഡറിനെ പോലുള്ള രോഗങ്ങളെ അവയുടെ പ്രാരംഭ ലക്ഷണങ്ങളിൽ നിന്ന് തിരിച്ചറിയുക വളരെ ദുഷ്കരമായൊരു പണിയാണ്. സെലിബ്രിറ്റികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ക്ലേശകരമായ രോഗത്തിന്റെ ആക്രമണത്തിനിരയായിട്ട് പതിറ്റാണ്ടുകൾ പാഴാക്കിയ ശേഷം വീണ്ടും രോഗം പരിപൂർണമായിട്ട് ഭേദമായ ചരിത്രമുള്ള അപൂർവം ഒരാൾ പ്രൊഫസർ നാഷ് ആയിരിക്കും. പക്ഷേ ഇന്ന് പോസിറ്റീവും നെഗറ്റീവും കോഗ്നിറ്റീവുമായിട്ടുള്ള ഈ ലക്ഷണങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനുള്ള നിരവധി വഴികളുണ്ട്. അതിലൂടെ ടോട്ടൽ റെമിഷൻ സാധിച്ചിട്ടുള്ള നിരവധി കേസുകളും വൈദ്യശാസ്ത്രത്തിന് മുന്നിലുണ്ട്. അതുപോലെ സൈക്കോളജിക്കൽ മാനേജ്മെന്റ് എന്നത് ഇന്ന് ഷിസോഫ്രീനിയ ചികിത്സയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുമുണ്ട്. നാഷിന്റെ രോഗാവസ്ഥയ്ക്ക് അന്നത്തെ ഡോക്ടർമാർ ജനിതകമായിട്ടുള്ള പല തെളിവുകളും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ഉദാഹരണത്തിന് നാഷിന്റെ ഇളയ പുത്രന് ശക്തമായിട്ടുള്ള പാരനോയിഡ് ഷിസോഫ്രീനിയ, ഷിസോ എഫക്റ്റീവ് ഡിസോർഡർ എന്നിവ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. തൻ്റെ ഈ വിഷമസന്ധികളെ ഒരിക്കലും ഡോക്ടർ നാഷ് മൂഡ് സ്വിങ്ങിൻ്റെയോ വിഷാദത്തിൻ്റെയോ കണക്കിൽപ്പെടുത്തി വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ രോഗം മാറി എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും നാഷിൻ്റെ ചെവിയിൽ അപരിചിതമായിട്ടുള്ള ശബ്ദങ്ങൾ പലപ്പോഴും മുഴങ്ങിക്കേട്ടിരുന്നു. പക്ഷേ അവയ്ക്ക് ഈ അവസ്ഥയിൽ പണ്ടത്തെ പോലെ ഒരു കടുത്ത മുഴക്കം അദ്ദേഹത്തിൻ്റെ തലച്ചോറിലോ കാതിലോ സൃഷ്ടിക്കാനായിരുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ അവയെല്ലാം കുറെ കൂടി ദൂരെ അങ്ങ് ചക്രവാള സീമയിൽ നിന്നായിരുന്നു അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നത്. ഏറെ അവ്യക്തമായിരുന്നു ആ സ്വരങ്ങളെങ്കിലും അങ്ങനെ ഒന്ന് തീർത്തും ഇല്ലാതെയായി എന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റുമായിരുന്നില്ല. ഇങ്ങനെ ഈ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ഇല്ലാത്ത കാഴ്ചകൾ കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ നാഷിനെ സംബന്ധിച്ചിടത്തോളം യുക്തിബദ്ധമായിട്ട് ചിന്തിക്കുക എന്നത് കർശനമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നത് പോലെ ക്ലേശകരമായിട്ടുള്ള ഒരു അഭ്യാസമായിരുന്നു. അദ്ദേഹം മുടങ്ങാതെ പിന്തുടരേണ്ട ബോധപൂർവമുള്ള ഒരു അച്ചടക്കം, മനസ്സിൻ്റെ ഈ ചാഞ്ചാട്ടങ്ങളെ, അതിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ, വിഹുലതകളെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് നിരീക്ഷിച്ച് വേണ്ടാത്തത് തള്ളേണ്ടി വരുന്നതിലെ അടങ്ങാത്ത ക്ലേശം. 1994 ഒക്ടോബർ 12 അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഹോർഗൻ വെയ്ബുൾ എന്ന സ്വതവേ സൗമ്യഭാഷയായിട്ടുള്ള എക്കണോമിക്സ് പ്രൊഫസർ പെരുമ്പറയടിക്കുന്ന ഹൃദയത്തോടെ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസിൻ്റെ ഗ്രാൻഡ് സെഷൻസ് ഹാളിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. ചുരുങ്ങിയതൊരു 50 വട്ടമെങ്കിലും അതിനിടയ്ക്ക് അയാൾ തൻ്റെ വാച്ച് നോക്കിക്കാണും. ഏതോ രാജാപ്പാട്ട് നാടകത്തിലെ ദർബാർ ഹാൾ പോലെയുണ്ട് ആ സ്ഥലം. നോക്കുന്നിടത്തൊക്കെയും അലങ്കാരപ്പണികൾ ചെയ്തു വെച്ചിട്ടുള്ള മേൽക്കൂരകളും ഫ്രെയിമിട്ട് വെച്ച പെയിന്റിങ്ങുകളും മാത്രമാണുള്ളത്. അന്നേ ദിവസം ആ പ്രദേശം മുഴുവൻ ജനപ്രളയമാണ്. ചാനലുകളുടെ റിപ്പോർട്ടർമാരും ക്യാമറ ക്രൂവും ഒക്കെ യു ഷേപ്പിൽ കസേരയും മേശയും നിരത്തിയ ഒരു കോൺഫറൻസ് ഹാളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അവരെല്ലാം കാത്തു നിൽക്കുന്നത് എക്കണോമിക്സിലെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന ചടങ്ങ് തുടങ്ങാൻ വേണ്ടിയാണ്. കൃത്യസമയത്ത് വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് വർഷാവർഷം നടത്തിക്കൊണ്ടിരുന്ന ആ ചടങ്ങ് ഇന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല 1.5 മണിക്കൂർ ലേറ്റാണ്. അന്നേ ദിവസം രാവിലെ തൻ്റെ യൂണിവേഴ്സിറ്റി ഓഫീസിൽ നിന്ന് അക്കാഡമിയിലേക്ക് തിരക്കിട്ട് വന്നെത്തിയതാണ് പ്രൊഫസർ വെയ്ബുൾ. അക്കാഡമി ചെയർമാൻ അസർ ലേബിക്കിന്റെ ഓഫീസിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഹാജരാകണം, ചടങ്ങ് തീരും വരെ അവിടെ സന്നിഹിതനാകണം എന്നൊക്കെയുള്ളൊരു നിർദ്ദേശം കിട്ടിയപ്പോൾ ഉള്ളുനിറെ സന്തോഷത്തോടെയാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. എന്തായാലും കൃത്യം 1 മണിയോടെ ആ ഹാളിന്റെ മരവാതിലുകൾ മലർക്കെ തുറക്കപ്പെടുന്നു. പുറത്തേക്ക് വന്ന കാൾ ഒലോഫ് ജേക്കബ്സൺ, അക്കാദമിയുടെ സെക്രട്ടറി ജനറൽ, മൈക്ക് കയ്യിലെടുത്ത് പ്രഖ്യാപനം നടത്തുന്നു. കയ്യിൽ കരുതിയിരുന്ന പ്രസ് റിലീസ് കടലാസ് തുറന്ന് അദ്ദേഹം ആ പേര് വെളിപ്പെടുത്തുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ജോൺ ഫോബ്സ് നാഷ് ജൂനിയർ ഓഫ് പ്രിൻസ്റ്റൺ, ന്യൂജേഴ്സി എന്ന പ്രഖ്യാപനം ആ ഹാളിലെ സകലമാന മനുഷ്യരെയും ഗണിത ലോകത്തെ തന്നെയും അമ്പരപ്പിച്ച ഒന്നായിരുന്നു. നോബൽ സമ്മാനം നേടി 2 പതിറ്റാണ്ടിനിപ്പുറം വീണ്ടും ഒരു പരമോന്നത പുരസ്കാരം കൂടി ജോൺ നാഷിനെ തേടി എത്തുന്നുണ്ട്. അപ്പോഴേക്കും നാഷ് വീണ്ടും അക്കാദമിക ലോകത്തേക്ക് തിരികെ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. 2015 പ്രൊഫസർ നാഷിന് ആബേൽ പുരസ്കാരം സമ്മാനിക്കപ്പെടുന്നത്. ആ പുരസ്കാരത്തിന് അന്ന് പ്രൊഫസർ ജോൺ നാഷ് പരിഗണിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മുൻകാല ഗവേഷണങ്ങളുടെ പേരിൽ മാത്രമല്ല, കാലത്തെയും മാറാ രോഗങ്ങളെയും അതിജീവിച്ച ആ അതുല്യ പ്രതിഭയുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരം എന്ന നിലയ്ക്ക് കൂടിയാണ്. നാഷിൻ്റെ ആശയങ്ങൾ പിന്നീട് അങ്ങോട്ടും കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരുപക്ഷെ കാലത്തിനു മുന്നേ പറന്നുകൊണ്ടിരിക്കുകയാണ്. ലൂയി നിറൻബർഗുമായിട്ട് അദ്ദേഹം ആ പുരസ്കാരം പങ്കിടുകയാണ് അന്നുണ്ടായത്. ഇത്തവണ പക്ഷേ അദ്ദേഹത്തിന് ആഗോള പ്രസിദ്ധി നേടിക്കൊടുത്ത ഗെയിംസ് തിയറിയിലെ ഗവേഷണങ്ങൾക്ക് വേണ്ടി അല്ല അദ്ദേഹം പുരസ്കാരത്തിന് അർഹനായത്. മറിച്ച്
നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ്. ആ വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ 1950കളിൽ ഈ മനുഷ്യൻ രോഗാവസ്ഥയിലേക്ക് വഴുതി വീഴുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നവയാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ തിയറി ഗണിത ശാസ്ത്ര പുരോഗതിയിൽ നിശബ്ദമായ സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ടിരുന്നു. ഡോക്ടർ നാഷ് തൻ്റെ രോഗവുമായിട്ട് നിരന്തരം നിഴൽയുദ്ധം നടത്തിക്കൊണ്ടിരുന്ന തുടർന്നു വന്ന പതിറ്റാണ്ടുകളിൽ അംഗീകരിക്കപ്പെടാതെ ഏറെക്കുറെ വിസ്മൃതിയിൽ ആണ്ടുപോയ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾക്ക് ഒടുവിൽ അവ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുകയായിരുന്നു. 2015 മെയ് 23 ഓസ്ലോയിൽ ചെന്ന് എബേൽ പുരസ്കാരം ഏറ്റുവാങ്ങി ദിവസങ്ങൾക്ക് ശേഷം ന്യൂജേഴ്സിയിലെ തങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോവുകയായിരുന്നു പ്രൊഫസർ നാഷും ഭാര്യ അലീഷയും. നോർവേയിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരികെ വിമാനത്തിൽ വന്നിറങ്ങി എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സിയിലായിരുന്നു ആ യാത്ര. വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആ പുരസ്കാരം ഏറ്റുവാങ്ങി തിരികെ വരികയായിരുന്നിട്ടും അവരെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ ആളോ ബഹളമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായി കൈവന്ന ആ അംഗീകാരത്തിൻ്റെ സന്തോഷ മുഹൂർത്തം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വീടിൻ്റെ സ്വാസ്ഥ്യത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് അത്രമാത്രമായിരുന്നു അത്. ന്യൂജേഴ്സി ടേൺപൈക്ക് ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു വന്നുകൊണ്ടിരിക്കെ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ടാക്സിയുടെ ഡ്രൈവർ മുന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാറിനെ മറികടക്കാൻ വേണ്ടി പെട്ടെന്ന് വേഗം വർദ്ധിപ്പിക്കുന്നു. ആ പോക്കിനിടയ്ക്ക് അയാൾക്ക് തൻ്റെ കാറിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഹൈവേയുടെ ഗാർഡ് റെയിലിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറുന്നു. പ്രൊഫസർ നാഷോ അലീഷയോ അന്ന് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. ഇവർ രണ്ടുപേരും ആ വാഹനത്തിന് ചില്ലും തകർത്ത് പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. ഓൺ ദി സ്പോട്ട് രണ്ടുപേരും മരണപ്പെടുകയും ചെയ്യുന്നു. നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഡോക്ടർ നാഷിൻ്റെ ഗുരുതര രോഗത്തിലും അതുണ്ടാക്കിയ ഒറ്റപ്പെടലിലും അതിനുശേഷമുണ്ടായ അതിൻ്റെ ഭേദപ്പെടലിലുമൊക്കെ അദ്ദേഹത്തോടൊപ്പം അടിയുറച്ച് കൂടെ നിന്നവളായിരുന്നു ഭാര്യ അലീഷ്യ. ഇങ്ങനെയൊരു ചിത്രരോഗിയുടെ കൂടെ കഴിയാൻ ഇനിയും വയ്യ എന്ന് ഉറപ്പിച്ച് വിവാഹമോചനം തേടി പോകാനിരുന്നിടത്തു നിന്ന് ആ തീരുമാനം വേണ്ടെന്ന് വെച്ച് നാഷിനെ പരിചരിക്കാൻ അവർ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് മാത്രമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണെങ്കിലും രോഗം ഭേദമായി അക്കാഡമിക് സർക്കിളിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. അത്തരത്തിലൊരു ത്യാഗം അത്യപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ്. ഏറെക്കാലം രോഗപീഡിതനായി പ്രിൻസ്റ്റന്റെ തെരുവുകളിൽ തേരാപ്പാര നടന്ന പ്രൊഫസർ നാഷും തൻ്റെ ജീവിത സായാഹ്നത്തിലെങ്കിലും ഗണിതത്തിൻ്റെ മായാലോകത്തിലേക്കും അവനവനിലേക്കുമൊക്കെ തിരികെ വന്നതും മറ്റൊരു അത്ഭുതമാണ്. അങ്ങനെ വിധിയെ ജയിച്ചും പരസ്പരം താങ്ങായി നിന്ന ആ ദമ്പതികളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം അക്കാദമിക ലോകത്തെ മാത്രമല്ല അന്ന് ഞെട്ടിച്ചു കളഞ്ഞത്. അവരുടെ അത്യപൂർവമായ ജീവിതത്തെക്കുറിച്ച് കേട്ടറിവെങ്കിലും ഉണ്ടായിരുന്ന ആർക്കും അത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. അത് ഒരു ജീനിയസിൻ്റെ അവിചാരിതമായിട്ടുള്ള വിയോഗം മാത്രമല്ലായിരുന്നു, അത്രമേൽ പ്രൗഢഗംഭീരമായ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ കരിന്തിരി കടൽ കൂടിയായിരുന്നു. അന്തമില്ലാത്ത സഹനം, അപാരമായ അതിജീവനം, പരസ്പര വിശ്വാസം, സ്നേഹം, ഇവരുടെ ജീവിതത്തിലെ ഓരോ ഏടും ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തർക്കും പ്രചോദനമാണ്. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.